വെൽക്കം ബാക്ക് ടു another വീഡിയോ. തലശ്ശേരിയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, ബോംബെ ഹോട്ടൽ. അവിടെ ഒരു അടിപൊളി കോഴിച്ചോറ് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത മസാല ഒക്കെ റൈസിൽ ഇറങ്ങി അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. അപ്പം നമ്മൾ ഇന്ന് ആ ടൈപ്പ് റൈസ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ്. ഇത് ഏകദേശം മന്തി കപ്സയുടെ ഒക്കെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആണെങ്കിലും നമ്മളിന്ന് ബിരിയാണി റൈസ്, നമ്മുടെ കൈമ റൈസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഒരു 3 തക്കാളി, ചെറിയ സവാളയാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 വലിയ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊരു 4-5 പീസൊക്കെ വെച്ചിട്ട് എടുത്താണ്. ഒരു കഷ്ണം പട്ടയും. ഇനി ഞാനൊരു 2 കപ്പ് ബിരിയാണി റൈസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 തവണയെങ്കിലും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിലാണ് കേട്ടോ റൈസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിനൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കണം നമുക്ക്. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ ചിക്കനോളം വരും കേട്ടോ. ഇത് ഒരു 1/4 കിലോ ചെറിയ ചിക്കനാണ് കേട്ടോ. ചെറിയ കറി പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വലിയ പീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് 1 കിലോ ഇല്ല, ഒരു 1/2 കിലോ 3/4 കിലോയുടെ ആ അടുത്ത് വരെയുള്ളൂ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ എടുക്കുകയാണ്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. പിന്നെ കറിവേപ്പില, പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തതാണ് കേട്ടോ, പേസ്റ്റാക്കിയിട്ടില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, അതിലേക്ക് ചേർത്ത് കൊടുക്കാനാണ്. ബാക്കിയുള്ള എല്ലാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം കേട്ടോ. ഇനി ഇത് വഴന്ന് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി അരിഞ്ഞത്, ഒരു 3 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ഇത് പെട്ടെന്നായി കിട്ടും, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഫ്ലേവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക നമ്മുടെ ഉള്ളി തക്കാളീനൊക്കെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മസാലസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. സവാളയും തക്കാളിയും ഒക്കെ അഴിച്ച് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. കശ്മീരി മുളക് പൊടിയൊന്നുമല്ല, സാധാരണ മുളക് പൊടി തന്നെയാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം മെഷർമെൻറ്റ് ഓർത്തെടുക്കാൻ എളുപ്പമാണ്, എല്ലാം 1 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര സ്പൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം, കാരണം നമ്മൾ പച്ചമുളകും അതുപോലെ മുളക് പൊടിയും പെപ്പറും ഒക്കെ ചേർത്തിട്ടുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ പെപ്പറിൻ്റെയോ മുളക് പൊടിയുടെ അളവ് ഒരല്പം കുറച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ നല്ലോണം സ്പൈസി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് റൈസ് അല്ലേ എടുത്തത്, അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ ഞാനിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം, കാരണം നമ്മൾ ചിക്കൻ സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കൻ്റെ ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇറങ്ങി വരേണ്ടത്. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. അപ്പം ഒരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് ഞാനിതിന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് ചിക്കൻ പീസസൊക്കെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അവസാനം ആഡ് ചെയ്ത് കൊടുക്കും.
അപ്പം നമ്മൾ നേരത്തെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മാറ്റി വെച്ചില്ല, ഒരു ടീസ്പൂൺ, അത് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ പീസസൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ബാക്കി വന്ന ഗ്രേവിയിൽ നമുക്ക് റൈസും കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പം എല്ലാ ചിക്കൻ പീസസും ഞാൻ കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇല്ലേ, അത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ തിളച്ച് വരുന്ന ഗ്രേവിയിലേക്ക് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ അടച്ചു വെച്ചിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 kg ഗീയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു എന്താ പറയുക, ആവിയിൽ വെന്ത് വരേണ്ട ഒരു റൈസാണ്. അപ്പോഴാണ് നമുക്കിങ്ങനെ വിട്ട് വിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞൊരു പരുവായിട്ട് വരും. അപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. ഉപ്പ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും വെന്ത് വന്നിട്ടില്ല, ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ റൈസിൻ്റെ ബാക്കി വേവ് എന്ന് പറയുന്നത് ആ ഒരു ആവിയിൽ തന്നെ വെന്ത് വരാറുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ക്ഷമ വേണം. ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. ഇനി ഒരു പാനിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ, കാരണം ചിക്കൻ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്, ഇനി ബാക്കി ഹാഫ് കൂടിയേ കുക്കാവേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശവും മൊരിഞ്ഞ് വരുന്ന വരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 2 വശവും ഏകദേശം ചിക്കൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് ഒരു ഇച്ചിരി കൂടി കളർ കിട്ടും. അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു 90% റെഡി ആയിട്ടുണ്ട്. ബാക്കി 10% നമ്മൾ ഇതിൽ തന്നെ വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ ആ ഓയിലോട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ഫ്രൈ ചെയ്ത ആ ഒരു ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ ചിക്കനിൻ്റെ ഫ്ലേവറൊക്കെ, ഫ്രൈ ചെയ്ത ഫ്ലേവറൊക്കെ റൈസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ഇത് തുറന്നപ്പോൾ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് റൈസും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം, 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റൈസ് ഇവിടെ പ്രിപ്പയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇച്ചിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചിക്കനൊക്കെ, ഈ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ റൈസിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പം കാണാൻ കബ്സ പോലെ ഉണ്ട്, പക്ഷേ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള അടിപൊളി റൈസാണ് കേട്ടോ. ബോംബെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ടാവും. ഇത് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റൈസ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റില്ലേ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, കാരണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ചിക്കൻ സ്റ്റോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബസ്മതി റൈസിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പം കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പൊതുവേ കൈമ റൈസാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും കീപ് ലൈക്കിങ്, കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.
See you with another video. Until then, it's me, Nishi, signing off. Take care.